എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കാക്കാഷി ആയിരിക്കും കാണിക്കുക. ആളാണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുകയാണ്. ഉടനെ അസിസ്റ്റന്റ് ചേച്ചി ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിന് കാക്കാഷി മാസ്റ്റർ, കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാവർക്കും കൊടുത്ത ഒരു മിഷൻ, അതായത് നറൂട്ടോയുടെ കല്യാണത്തിന് കൊടുക്കേണ്ട ഗിഫ്റ്റ്, അതെന്തൊക്കെയാണെന്ന് എത്രയും പെട്ടെന്ന് എനിക്കറിയണം. സോ അത് ചെക്ക് ചെയ്യാനുള്ള ടൈം ആയെന്ന് പറയും. അസിസ്റ്റന്റ് ചേച്ചിയാണെങ്കിൽ ഓരോരുത്തരോടും അവർ കളക്ട് ചെയ്ത ഗിഫ്റ്റ് ഹൊക്കാഗെയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറയും. ഫസ്റ്റ് ഗിഫ്റ്റ് അത് കിബ ടീമിന്റെ ആണ്. ആ ഗിഫ്റ്റ് ആൾക്ക് ഒത്തിരി ഇഷ്ടാവും. അതിനുശേഷം ചോച്ചിയുടെയും ഷിക്കമരുവിന്റെയും ഗിഫ്റ്റ് കാണും. അതും വളരെ ഇംപ്രസീവ് ആണ്. അങ്ങനെ ഓരോരോ ഗിഫ്റ്റ് ആയിട്ട് അവർ ചെക്ക് ചെയ്യും. പക്ഷെ അതിൽ ഏറ്റവും വേഴ്സ്റ്റ് ഗിഫ്റ്റ് അത് മൈക്കയുടെയും റോക്ലിയുടേതും ആയിരിക്കും. മാത്രമല്ല റോക്ലി അവൻ കളക്ട് ചെയ്ത വീഡിയോ ക്ലിപ്പിംഗ്സ് അത് ഇതുവരെ ഒക്കാഗയുടെ മുൻപിൽ എത്തിയിട്ടില്ല. അസിസ്റ്റന്റ് ചേച്ചി പറയും, സോ ഇവര് 3 പേരുമാണ് വളരെ വീക്കായിട്ട് നിൽക്കുന്നത്. അവൻ ആ വീഡിയോ ക്ലിപ്പിംഗ്സ് ഇതുവരെ എത്തിച്ചിട്ടില്ല. അതുപോലെ തന്നെ ലീയും ടണ്ടനും അവരുടെ ഗിഫ്റ്റ് വളരെ ബാഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ സീക്രട്ട് മിഷന് വേണ്ടി തെരഞ്ഞെടുത്താലോ? കാക്കാഷി ആണെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ആളിപ്പോ കാട്ടിലൂടെ അങ്ങനെ ഹായായിട്ട് നടക്കാണ്. അപ്പോഴായിരിക്കും ഹിനട്ട അവളിപ്പോ കാക്കാഷിയെ ജസ്റ്റ് പാസ് ചെയ്ത് പോവാ. ഹിനട്ട അവൾ തിരിഞ്ഞ് കാക്കാഷി മാസ്റ്റർ വിളിക്കും. കാക്കാഷി മാസ്റ്ററിന് അവളെ കണ്ട് ഭയങ്കര സന്തോഷാവും. ഹലോ ഹിനട്ട, നിന്നെ കണ്ടിട്ട് ഒരുപാട് കാലായി, സുഖമല്ലേ? നറൂട്ടോയൊക്കെ എന്തു പറയുന്നു? കല്യാണത്തിന് ഒരുക്കങ്ങള് എന്തൊക്കെയായി? ഇപ്പൊ എവിടേക്ക് പോവാ? എന്നിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആള് വാ തോരാതെ ചോദിക്കും. അതിനവള് പറയും, നറൂട്ടോ സുഖമായിരിക്കുന്നു. ഞാൻ അത്യാവശ്യമായിട്ട് ഈനോയും ടീമിനെയും കാണാൻ അവരുടെ അടുത്തേക്ക് പോവാണ്. അവർക്ക് ചെറിയൊരു പാർട്ടി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, അതിന്റെ തിരക്കിലാണ്. ഉടനെ കാക്കാഷി മാസ്റ്റർ അവൾക്ക് നല്ലൊരു വിഷിംഗ് ഒക്കെ കൊടുത്ത് അവളെ പാർട്ടിക്കായി പറഞ്ഞയക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ആ റാമൻ ഷോപ്പില് ഇപ്പൊ ഇറൂക്ക സെൻസായി ആളാണെങ്കില് ഉടനെ കൊനഹമാർ അവിടേക്ക് വന്ന്, നിങ്ങൾ ഞാൻ എവിടേക്ക് അന്വേഷിച്ചു, നിങ്ങൾ ആക്ച്വലി നറൂട്ടോയുടെ മാസ്റ്റർ തന്നെയാണോ? ഇറൂക്ക സെൻസായി, നിങ്ങളുടെ ഒരാളുടെ വീഡിയോ മാത്രമാണ് ഇനിയും പെൻഡിങ് ആയിട്ടുള്ളത്. അതുകൂടെ കിട്ടിയാൽ മാത്രമേ എനിക്ക് എന്റെ ഗിഫ്റ്റ് അത് കൊടുക്കാൻ കഴിയൂ. സോ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ വീഡിയോ എടുക്കാൻ പോവാണ്. അതിന് ഇറൂക്ക പറയും, പ്ലീസ് ദയവായി ഇപ്പൊ വീഡിയോ എടുക്കരുത്. എനിക്ക് ആക്ച്വലി എങ്ങനെയാണ് എടുക്കേണ്ടത്, എന്താണ് പറയേണ്ടത് എന്നൊന്നും അറിയില്ല. കസിഗാഗ ഗാറ അവൻ ഇവിടേക്ക് വന്ന് നറൂട്ടോയെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞാണ് തിരികെ പോയത്. ഞാൻ അവന്റെ മാസ്റ്ററാണ്. സോ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് അവനോട് പറയാനും കൊടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എനിക്കത് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ആൾ ടേബിളിൽ ആഞ്ഞിട്ടിക്കും. ആ ഒരു ഇടിയില് ഒരു പ്ലേറ്റ് താഴേക്ക് വീണ് ഒട്ടും. ഗാറ അവനെ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണുന്നു. ഞാൻ അവന്റെ ടീച്ചറാണ്. പക്ഷെ എനിക്ക് ഒരു ടീച്ചറായി അവനെ കാണാൻ കഴിയുന്നില്ല. കാരണം ഞാൻ അവന്റെ ഒരു ടീച്ചറായിട്ടല്ല അവനോട് ഇത്രയും കാലവും പെരുമാറിയത്. നറൂട്ടോയെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് ഞാൻ കണ്ടത്. സോ അങ്ങനെ ഞാൻ അവനെ കൺസിഡർ ചെയ്ത് ഒരു മെസ്സേജ് കൊടുത്താൽ മതിയോ? അതിനാ ഷെഫ് പറയും, തീർച്ചയായിട്ടും. എന്നാ പിന്നെ നിങ്ങൾ ഇതാദ്യം പറയണ്ടേ? എന്നാ ഇത്രയും കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ ഫ്രണ്ടായി കണ്ട് അവനൊരു നല്ല വീഡിയോ കൊടുക്ക്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഈനോ ആൻഡ് ടീം അവര് ഹിനട്ടയെ കണ്ട്, വാവ് യു ലുക്ക് ബ്യൂട്ടിഫുൾ, നീ ഇപ്പോ അടിപൊളിയായിട്ടുണ്ട്. നിന്നെ കാണാൻ ഇപ്പൊ ഒരു കല്യാണ പെണ്ണിനെ പോലെ തന്നെയാണ്. നിനക്കറിയോ, നമ്മുടെ ബാച്ചിലെ ആദ്യത്തെ കല്യാണം അത് നിന്റെയും നറൂട്ടോയുടേതുമാണ്. സാക്കുറ ചോദിക്കും, കല്യാണത്തിന് വേണ്ടി നറൂട്ടോ അവൻ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടോ? അതിന് ഹിനട്ട അവള് പറയും, ഉണ്ട്, നറൂട്ടോ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ പപ്പ കൊണ്ട് ഒരു ജോലി പോലും ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല. സാക്കുറ പറയും, ഞങ്ങൾക്കിവിടെ വലിയൊരു മിഷൻ കിട്ടിയിരിക്കുകയാണ്. ഉടനെ അത് കേട്ട് ഈനോ അവള് ഷോക്കായി സാക്കുറയുടെ വാ അത് പൊത്തിപ്പിടിക്കും. അപ്പോഴായിരിക്കും സാക്കുറയ്ക്കും കാര്യം മനസ്സിലാവുക. ഒരിക്കലും ഈ കാര്യം അവരറിയാൻ പാടില്ല. ഹിനട്ട ചോദിക്കും, പുതിയ മിഷനോ? അതെന്ത് മിഷനാ? ഉടനെ ഈനോ അവള് മറ്റെന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹിനട്ടയെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കും. അതിനുശേഷം ഹിനട്ട വീണ്ടും ടൗണിലേക്ക് പോവും. അപ്പോഴായിരിക്കും ഷിനോയും കിബയും അവർ രണ്ടുപേരും ഹിനട്ടയെ കണ്ട് അവളുടെ അടുത്തേക്ക് വരാ. കിബ ചോദിക്കും, നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും കാലം? ഒരുപാടായില്ലേ നമ്മൾ കണ്ടിട്ട്? അതിനവൾ നാണിച്ച് ചിരിക്കും, ഞാൻ ആക്ച്വലി കല്യാണത്തിന് കുറച്ച് പ്രിപ്പറേഷനിലായിരുന്നു. നറൂട്ടോ ആണെങ്കിൽ കല്യാണത്തിന് മുൻപുള്ള ചില മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്രാമത്തിലേക്ക് വരാൻ കഴിയാതിരുന്നത്. അതിന് കിബ പറയും, അതെ, ഞങ്ങളും ഞങ്ങളുടെ മിഷൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ. അത് കേട്ട് വണ്ടർ അടിച്ച് ഹിനട്ട, മിഷനോ? എന്ത് മിഷൻ? നൈസായിട്ട് കാര്യം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ ഷിനോ
കിബയുടെ കാലിൽ ചവിട്ടും. ഷിനോ പറയും ഇവൻ ഇടയ്ക്ക് ഇങ്ങനത്തെയൊക്കെ ചില മണ്ടത്തരങ്ങൾ പറയും. മിഷനൊന്നും അല്ല, ഞങ്ങൾ ജസ്റ്റ് കല്യാണത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യായിരുന്നു. സോ കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് എസ്കേപ്പ് ആവും. കട്ട് ചെയ്താ ഇപ്പൊ മാൻഷനിലേക്ക് സാക്ഷാൽ ഹൊക്കാഗെ ആന്റി എത്തും. ഹൊക്കാഗെ ആന്റിയെ കണ്ട് ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചിക്ക് ഭയങ്കര സന്തോഷാവും. ഉടനെ ഹൊക്കാഗെ ആന്റി പറയും നറൂട്ടോ എനിക്കെന്റെ അനുജനെ പോലെയാണ്. അവന്റെ കല്യാണം അതെനിക്ക് വലിയൊരു സ്വപ്നം തന്നെയാണ്. എന്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് അത് കാണാനാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. അപ്പോഴായിരിക്കും അസിസ്റ്റന്റ് ചേച്ചി കാക്കാഷി കൊടുത്ത മിഷനെ കുറിച്ച് ഇപ്പൊ ഹൊക്കാഗെ ആന്റിയോട് പറയാ. കാക്കാഷി ഇപ്പോ ഭയങ്കര കൺഫ്യൂഷനിലാണ്. അവൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ മുൻപോട്ട് പോകണം എന്നൊന്നും അറിയില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ ഡോറിന് പുറത്തായി സാക്ഷാൽ കൊനഹമാരു അവനവന്റെ വെഡിങ് ഗിഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ അതുമായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അസിസ്റ്റന്റ് ചേച്ചിയും ഹൊക്കാഗെ ആന്റിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ കേൾക്കും. അസിസ്റ്റന്റ് പെണ്ണ് പറയും ആരാണോ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നത് അവർക്കൊരിക്കലും നറൂട്ടോയുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. അത് കേട്ട കൊനഹമാരു അവനിപ്പോ ഉഷാറായി പുറത്തേക്ക് ഓടും. അതേസമയം ഇവിടെ ഹിനട്ട അവളാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നടന്നു വരികയാണ്. അപ്പോഴായിരിക്കും അവൾ കാണുക കൊനഹമാരു അവൻ കേട്ട കാര്യങ്ങളെല്ലാം ഈനോയോടും ടീമിനോടും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഷിക്കമരു പറയും ആക്ച്വലി കാക്കാഷി മാസ്റ്ററുടെ യഥാർത്ഥ പ്രോബ്ലം അത് മറ്റൊന്നുമല്ല. നറൂട്ടോയുടെ ഹിനട്ടയുടെ കല്യാണത്തിന് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഹൊക്കാഗാസും ഷിനോബികളും അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. നമ്മുടെ ഗ്രാമത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും നറൂട്ടോയുടെ കല്യാണത്തിന് പോകാൻ ആഗ്രഹിക്കുന്നു. സോ ആ സമയത്ത് ഒരാൾ പോലും മിഷന് പോകാൻ തയ്യാറാവില്ല. എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ പോലും ആരും അത് ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ടാണ് കാക്കാഷി മാസ്റ്റർ ഇത്രയും ടെൻഷൻ അടിച്ച് ഇങ്ങനെയൊരു മിഷൻ നമ്മുടെ മുൻപിൽ വെച്ചത്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഹിനട്ട അവളാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കേട്ട് ഒരുപാട് വിഷമത്തില് അവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഷിക്കമരു പറയും നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല, മിഷന് പോവാൻ ഞാൻ തയ്യാറാണ്. നറൂട്ടോയുടെ കല്യാണത്തിന് ഞാൻ പോകുന്നില്ല. അത് കേട്ട് ഈനോ കിബ അവരും പറയും ഞങ്ങളും നിന്റെ കൂടെ തന്നെ മിഷന് വരാൻ തയ്യാറാണ്. അതിന് സാക്കുറ പറയും അയ്യോ ഇല്ല ഇല്ല, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഹിനട്ടയുടെ ടീംമേറ്റ്സ് അല്ലേ, സോ തീർച്ചയായിട്ടും നിങ്ങൾ ആ കല്യാണത്തിന് പോകണം. കട്ട് ചെയ്ത ഹിനട്ട അവളാണെങ്കിൽ അതെല്ലാം കേട്ട് ഒരുപാട് വിഷമത്തില് പൊട്ടിക്കരഞ്ഞ് ഇപ്പൊ ദൂരേക്ക് ഓടുകയാണ്. ഹിനട്ടയാണെങ്കിൽ ഓടി ഓടി ഇപ്പൊ കാക്കാഷി മാസ്റ്റർ അടുത്തേക്ക് വരും. അവൾ മാസ്റ്ററിനോട് പറയും മാസ്റ്റർ ഐ എം സോറി, ഞങ്ങൾ കാരണം മാസ്റ്റർ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുകയാണല്ലേ. അതിന് കാക്കാഷി പറയും ഒരിക്കലുമില്ല, നീ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അല്ലേ. അതിന് ഹിനട്ട അവൾ കാക്കാഷിയോട് പറയും ഹ്യൂഗ ക്ലാൻ അവരെ കാക്കാഷി മാസ്റ്റർ അന്ന് മിഷന് വേണ്ടി അയക്കോ. അതിന് കാക്കാഷി അയ്യോ ഇല്ല ഇല്ല ഒരിക്കലുമില്ല, അത് നിന്റെ ക്ലാനല്ലേ, ആ ക്ലാനിലുള്ള എല്ലാവരും തീർച്ചയായിട്ടും നിന്റെ കല്യാണം കാണണം. അതെന്തായാലും എന്റെയും ഒരു വലിയ ആഗ്രഹം തന്നെയാണ്. നീ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, എല്ലാം നന്നായിട്ട് വരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത കാക്കാഷി മാസ്റ്റർ ആളിപ്പോ തിരികെ മാൻഷനിലേക്ക് വരും. മാൻഷനിലാണെങ്കിൽ കാക്കാഷി മാസ്റ്റർ കാത്ത് ഒരുപാട് ഷിനോബികള്. കാക്കാഷി മാസ്റ്റർ കണ്ടുടൻ ഇപ്പൊ ഈനോ പറയും മാസ്റ്റർ എന്തുകൊണ്ടാണ് ഇത്രയും ഡിസ്റ്റർബ്ഡ് ആവുന്നതെന്നും ഞങ്ങൾക്ക് ആ ഒരു മിഷൻ തന്നതെന്നും എല്ലാ കാര്യങ്ങളും ഞങ്ങളിപ്പോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരു കാരണവശാലും മാസ്റ്റർ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കാൻ പാടില്ല. ഞങ്ങൾ എല്ലാവരും അന്നത്തെ ദിവസം മിഷന് പോവാൻ തയ്യാറായാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. കാക്കാഷി പറയും താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി. നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല, എല്ലാം കറക്റ്റായിട്ട് ഞാൻ സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. ഉടനെ കാക്കാഷി സെൻസായി അവരെ എല്ലാവരെയും കൂട്ടി ഇപ്പോ ഹൊക്കാഗെ ആന്റിയുടെ അടുത്തേക്ക് വരും. അപ്പോഴായിരിക്കും ഹൊക്കാഗെ ആന്റി ഒരു കാര്യം പറയാ, നീ വായിച്ച ആ ഒരു സർക്കുലർ അത് വളരെ പഴയതാണ്. അത് തേർഡ് നിഞ്ചാവാർ ടൈമിൽ എഴുതിയ ഒരു സർക്കുലർ ആണ്. സോ കല്യാണത്തിന് ഗ്രാമത്തിലുള്ള എല്ലാവർക്കും പങ്കെടുക്കാം. മാത്രമല്ല കാക്കാഷി നീയാണ് ഈ ഗ്രാമത്തിന്റെ ഹൊക്കാഗ. സോ പൂർണ്ണ അധികാരത്തോടു കൂടെ നിനക്ക് നിന്റെ ഇഷ്ടപ്രകാരം ഈ ഗ്രാമത്തില് എന്ത് ചേഞ്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. അതിന് കാക്കാഷി പറയും അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും നറൂട്ടോയുടെ കല്യാണം അത് ഉത്സവമാക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹിനട്ട അവളിപ്പോ ഇറൂക്ക സെൻസായുടെ അടുത്തേക്ക് വന്ന് പൊട്ടിക്കരയാണ്. ഇറൂക്ക സെൻസായിക്കാണെങ്കിൽ അത് കണ്ട് ടെൻഷനാവും. എന്തു പറ്റി, എന്താ ഉണ്ടായേ? നറൂട്ടോ കുട്ടപ്പൻ നിന്റെ അടുത്ത് ബാഡായിട്ട് പെരുമാറിയല്ലേ? ഐ എം സോറി, ഞാൻ അവനെ കുറച്ച് ഓവർ ഫ്രീഡം ഒക്കെ കൊടുത്താണ് വളർത്തിയത്, അതിന്റെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ് ആളിപ്പോ ഹിനട്ടയുടെ കാലിൽ വീണ് കെഞ്ചും. അത് കണ്ട് ഹിനട്ട അവൾക്ക് ചിരി സഹിക്കാനാവില്ല. ഹിനട്ട പറയും ഞാൻ അതിന് ഒന്നും പറഞ്ഞിട്ടില്ല, മാസ്റ്റർ തന്നെ ഓരോന്ന് അസ്യൂം ചെയ്തെടുക്കുകയാണോ? അവൾ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇറൂക്ക സെൻസായോട് പറയും. അത് കേട്ട് ഇറൂക്ക പറയും നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല, ഇത് ആക്ച്വലി
നിങ്ങളുടെ ദിവസങ്ങളാണ്. ഒരു കാരണവശാലും നീ സാഡ് ആവാൻ പാടില്ല. ഇപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് അവിടുന്ന് പറഞ്ഞയക്കും. അത് കഴിഞ്ഞ് ഇറൂക്ക മാസ്റ്റർ ഇപ്പൊ കാക്കാഷിയെ പോയി കാണും. ആള് ഹിനട്ടയുടെ പ്രയാസവും അതുപോലെ തന്നെ നറൂട്ടോ അവൻ ഈ നാടിന്റെ മാത്രമല്ല മറ്റ് രാജ്യങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർ കണക്ഷൻ പോയിന്റ് ആണ്. അവന് എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരും അവനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോ കാക്കാഷി മാസ്റ്ററിന് എന്തോ ഒരു ബുദ്ധി വിളിച്ചുണ്ടാവും. ആൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോഴായിരിക്കും സാക്ഷാൽ കൊനഹമാരു അവൻ ഫുൾ കലിപ്പില് അവിടേക്ക് വരിക. കൊനഹമാരു ഇറൂക്ക സെൻസയോട് പറയും, ഞാൻ ഒരുപാട് ദിവസമായി നിങ്ങളുടെ പിന്നാലെ നടക്കുന്നു. ഇത്തവണ ഞാൻ നിങ്ങളെ വിടില്ല. എനിക്ക് ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ തന്നേ പറ്റൂ. അത് കേട്ട് കാക്കാഷി മാസ്റ്റർ ഇപ്പൊ കൊനഹമാരുവിനെയും കൂട്ടി ഓരോരോ ഗ്രാമങ്ങളിലേക്ക് പോവാണ്. എല്ലാവരിൽ നിന്നും കുട്ടപ്പന് കൊടുക്കാനുള്ള വെഡ്ഡിംഗ് വിഷസ് അവർ റെക്കോർഡ് ചെയ്യും. മാത്രമല്ല ലീഫ് വില്ലേജിന്റെ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഷിനോബികളെ കറക്റ്റായി കണ്ടെത്തി അവരിപ്പോ ആ മിഷന് പോവാൻ തയ്യാറെടുപ്പിക്കുകയാണ്. അതിനുശേഷം ഗാറയും കങ്കൂറയൊക്കെ നറൂട്ടോ കുട്ടപ്പന് വെഡ്ഡിംഗ് വിഷസ് കൊടുക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.